വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇമാലു ഇസ്മിൽ ഫാഇൽ എന്ന ബാബാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഫ്രദായ ഇസ്മു ഫാഇലിനെ കുറിച്ചാണ്. ലാരിബ്, കായിമ്, ലാഹിക് തുടങ്ങി. ഇനി ഇതിൻ്റെ മുസന്നയും ജംഉം ലാരിബാനി, ലാരിബൂന ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതേപോലെ അമൽ ചെയ്യുമോ? ചെയ്യും. തീർച്ചയായും മുഫ്രദ് ചെയ്യുന്നത് പോലെ തന്നെ മുസന്നയും ജംഉം അമൽ ചെയ്യുമെന്നാണ് ഇന്നത്തെ ആദ്യ ബൈത്തിൽ നമ്മൾ പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ ഇസ്മു ഫായിലിന് നമ്മൾ കണ്ടതൊക്കെ അങ്ങനെയാണ്. ഇസ്മു ഫായിലിന് ശേഷമുള്ളതിന് നെസ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിന് ജറും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രണ്ട് മഫ്ഊലുകൾക്ക് അമൽ ചെയ്യുന്ന ചില ഫേലുകളുണ്ട്. അതിൻ്റെ ഇസ്മു ഫായിലോ അത് ഒന്നിന് ജറ് ചെയ്താൽ മറ്റൊന്നിന് നസ്ബ് ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. ആഴ്ത്വ എന്നുള്ളത് രണ്ട് മഫ്ഊലുകളിലേക്ക് വിട്ടുകിടക്കുന്നതാണ് അല്ലേ? അതിൻ്റെ ഇസ്മു ഫായിലാണ് മുഴത്തി. അപ്പോൾ മുഴത്തി എന്നുള്ളതിൻ്റെ ഒരു മഫ്ഊലിന് നമ്മൾ ജറ് ചെയ്താൽ മറ്റൊന്നിന് നസ്ബ് ചെയ്യണം. ഹാദാ മുഅത്തി സൈദിൻ ദിർഹമൻ, ഹാദാ മുഅത്തി സൈദിൻ ദിർഹമൻ. ഇവൻ ദിർഹമിനൊരു പൈസ നൽകിയവനാണ്, ഇവൻ സെയ്ദിനൊരു ദിർഹം നൽകിയവനാണ്. ഇവിടെ നോക്കൂ, മുഅത്തി എന്ന ഇസ്മു ഫായിലിൻ്റെ ആദ്യത്തെ മഫ്ഊലിന് ജറ് ചെയ്തപ്പോൾ രണ്ടാമത്തെ മഫ്ഊലിന് നസ്ബ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ലളിതമായ രണ്ട് ബൈത്തുകളും അതിൻ്റെ ഷറഹുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ സിവൽ മുഫ്റദി മിസ്ലഹു ജുഇൽ ഫിൽ ഹുക്മി വശുറൂതി ഹൈതു മാമിൽ വൻസിബ് ബിദിൽ അമാലി തിൽവൻ വഖ്ഫിലി വഹുവ ലിനസ്ബി മാ സിവഹു മുഖ്തലി. വമാ സിവൽ മുഫ്രദി, മുഫ്രദല്ലാത്തവ, മുസന്ന ജംഅ് എന്നുള്ളവ, മിസ്ലഹു മുഫ്രദിനെ പോലെ തന്നെ ജുഇല ആക്കപ്പെടും. ഏതിൽ? ഫിൽ ഹുക്മി, ഹുക്മിൻ്റെ കാര്യത്തിൽ. വശുറൂത്തി, പറയപ്പെട്ട എത്ര കാര്യങ്ങളാണോ ഷർത്തുകളായി നമ്മൾ പറഞ്ഞത് അതിലൊക്കെ ഷർത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മുമ്പ് അലിഫ്ലാം ഇസ്തിഫാം വരണോ, നിദാ വരണം, അങ്ങനെ പല പല ഷർത്തുകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഇവിടെയും ബാധകമാണ്. ഹൈതുമാ അമിൽ, അത് അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ. അപ്പോൾ മാ സിവൽ മുഫ്രദി ഹുവൽ മുസന്ന വൽ മജ്മൂ. ഉദാഹരണം, അല്ലാരിബൈനി, അല്ലാരിബത്തൈനി, അല്ലാരിബീന, അല്ലുറാബ്, അല്ലവാരിബ്, അല്ലാരിബാത്ത്. ഫഹുക്കുമുഹ, ഈ മുസന്നയുടെയും ജമ്മിൻ്റെയും ഹുക്കുമുൽ മുഫ്രദി ഫിൽ അമലി വസാഇരി മാ തഖദ്ദമ ദിക്റുഹു മിന ശുറൂത്തി. മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാ ഷർത്തുകളുടെ കാര്യത്തിലും അമലിൻ്റെ കാര്യത്തിലും ഒക്കെ മുഫ്രദ് പോലെ തന്നെയാണ് മുസന്നയും ജമ്മും. ഉദാഹരണം പറയാം, അല്ലാരിബാനി സൈദൻ, അൽ ഖാത്തിലൂന ബക്കറൻ വകദാലിക്കൽ ബാക്കി. വമിൻഹു ഖൗലുഹു, അതിൽപ്പെട്ടതാണ് രണ്ട് കവിതകളാണ് പറയുന്നത്. അതിൽ ഒരു കവിത നമുക്കൊന്ന് വെറുതെ പറയാം. സുമ്മ സാദു അന്നഹും ഫീ ഖൗമിഹിം ഗുഫ്റുൻ ദംബഹും ഗൈറു ഫുഖർ. അങ്ങനെ അവരവരുടെ സമൂഹത്തിൽ വലിയ ആളുകളായി മാറി, ധനാഢ്യരായി മാറി, ധാരാളികളായി മാറി. ധാരാളികൾ എന്നല്ല, ധാരാളമായി മാറി. സുമ്മസാദു അന്നഹും ഫീ ഖൗമിഹിം, അവർ അവരുടെ സമൂഹത്തിൽ വലിയ ആളുകളായി മാറി. ഗുഫ്റുൻ ദംബഹും, അവരുടെ കുറ്റങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരായിട്ട്. ഗൈറു ഫുഖർ, ഒരു അഹങ്കരിക്കാത്തവരായിട്ട്. എന്താണ് പശ്ചാത്തലം എന്നൊന്നും നോക്കണ്ട, അവിടെ നോക്കൂ. ഗുഫ്റുൻ ദംബഹും, ഗുഫ്റുൻ ദംബഹും. ദംബ് എന്നുള്ളതിൻ്റെ അമൽ ചെയ്തു. ഗുഫർ എന്ന് പറയുന്ന ജംഅ്, ഇസ്മു ഫായിലിൻ്റെ ജംഅ്. ഇതാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. രണ്ടാമതായി, വൻസിബ് ബിദിൽ ഇഅ്മാലി തിൽവൻ വഖ്ഫിലി. അപ്പോൾ ഇത് ഈ ഇഅ്മാൽ കൊണ്ട്, ഈ അമൽ ചെയ്യൽ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ശേഷമുള്ളതിന് നസ്ബ് ചെയ്യാം, വഖ്ഫിലി വേണമെങ്കിൽ ജറും ചെയ്യാം. അപ്പോൾ ജറു ചെയ്താൽ വഹുവലി നസ്ബി, ഒന്നിന് ജറ് ചെയ്താൽ വഹുവലി നസ്ബി മാസിവാഹു, ആ ഒന്നല്ലാത്തത് അഥവാ രണ്ടാമത്തതിന് നസ്ബ് ചെയ്യുക എന്നുള്ളത് മുഖ്തലി, അത് തേടുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് നോക്കാം. യജൂസു ഫിസ്മിൽ ഫാഇലിൽ ആമിലി ഇളാഫത്തുഹു ഇലാ മാ യലീഹി മിൻ മഫ്ഊലിൻ. അപ്പോൾ വേണമെങ്കിൽ ഇസ്മു ഫാഇൽ, അമൽ ചെയ്യുന്ന ഇസ്മു ഫാഇലിന് ശേഷമുള്ള മഫ്ഊലിലേക്ക് ആ ഇസ്മു ഫാഇലിനെ സ്വയം ഇളാഫത്ത് ചെയ്യാം. വ നസ്ബുഹു ലഹു, വേണമെങ്കിൽ നസ്ബും ചെയ്യാം. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാദാ ലാരിബു സെയ്ദിൻ എന്നും പറയാം, ലാരിബുൻ സെയ്ദൻ എന്നും പറയാം. ലാരിബുൻ സെയ്ദൻ തന്നെ പറയണം നിർബന്ധമൊന്നുമില്ല, രണ്ടും പറയാം. ഫഇൻകാന ലഹു മഫ്ഊലാനി വ അലഫ്തഹു ഇലാ അഹദിഹിമ. ഇനി രണ്ട് മഫ്ഊലുള്ള വസ്തുക്കളാണെങ്കിൽ അതിലൊരു മഫ്ഊലിലേക്ക് ഇസ്മു ഫായിലിനെ നിങ്ങൾ ഇളാഫത്ത് ചെയ്യുകയും ചെയ്താൽ വജബ നസ്ബുൽ ആഖിരി, അപ്പോൾ പിന്നെ രണ്ടാമത്തെ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഉദാഹരണം, ഹാദാ മുഅത്തി സെയ്ദിൻ ദിർഹമ വ മുഅത്തി ദിർഹമിൻ സെയ്ദ.
ഇവൻ സെയ്ദിന് ഒരു ദിർഹം നൽകിയവനാണ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോത്തി സെയ്ദിൻ ദിർഹമൻ എന്നും പറയാം, മോത്തി ദിർഹമിൻ സെയ്ദൻ എന്നും പറയാം. പക്ഷേ ഒരു മഫൂലിന് ജർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ മഫൂലിന് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.